ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പരിശീലകനായിരുന്ന ഡേവിഡ് കാറ്റ്ല ഫീൽഡ് വിഷന് ഒരു പുതിയ ഇൻ്റർവ്യൂ നൽകിയിരുന്നു. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കാറ്റ്ല സംസാരിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ പൊള്ളത്തരങ്ങളെ ഇദ്ദേഹം തുറന്നു കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഏതായാലും 5 സുപ്രധാന താരങ്ങളെ നിലനിർത്താൻ തനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. എന്നാൽ അവരെ കൈവിട്ടത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ആണ് എന്ന കാര്യം ഇപ്പോൾ ഡേവിഡ് കാറ്റ്ല പറഞ്ഞിട്ടുണ്ട്. ഐമനെയും അസ്ഹറേയും ഒഴിവാക്കിയത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ആണ് എന്നുള്ളത് അദ്ദേഹം ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഡേവിഡ് കാറ്റ്ലയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാനൊരു വിഡ്ഢിയല്ല, ഇഡിയറ്റ് അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട താരങ്ങളെ നിലനിർത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അഡ്രിയാൻ ലൂണ, ഐമൻ, അസ്ഹർ, നോവ സദോയി, ഡുഷാൻ ലഗാത്തോർ, ഈ താരങ്ങളെയെല്ലാം നിലനിർത്താൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇവരെയെല്ലാം കൈവിട്ടത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ആണ്. ഇതാണ് ഡേവിഡ് കാറ്റ്ല പറഞ്ഞിട്ടുള്ളത്. അതായത് സുപ്രധാന താരങ്ങളെ നിലനിർത്താൻ തനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇവരെയെല്ലാം ഒഴിവാക്കിയത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ആണ്. ഇതിൽ തനിക്ക് യാതൊരുവിധ പങ്കുമില്ല എന്നാണ് ഡേവിഡ് കാറ്റ്ല തുറന്നു പറഞ്ഞിട്ടുള്ളത്. നേരത്തെ വന്ന റൂമറുകൾ പറഞ്ഞത് ഐമനെയും അസ്ഹറേയും ഒഴിവാക്കാൻ കാരണം അത് ഡേവിഡ് കാറ്റ്ലയാണ്. അദ്ദേഹത്തിൻ്റെ പ്ലാനുകളിൽ ഈ മലയാളി താരങ്ങൾക്ക് ഇടമില്ലായിരുന്നു, അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് അവരെ പോവാൻ അനുവദിച്ചു എന്നൊക്കെയായിരുന്നു റൂമറുകൾ. പക്ഷെ അതെല്ലാം ഡേവിഡ് കാറ്റ്ല ഇപ്പോൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ആണ് ആ 2 പ്രതിഭകളെയും കൈവിട്ടത് എന്നാണ് ഇപ്പോൾ ഡേവിഡ് കാറ്റ്ല പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.